അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഒരു ആള് ചോദിച്ചു പാവാട ഉടുത്തിട്ടെ വയറ് മുറുകുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ മുറുകുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറയാ, പാവാട ഉടുത്തിട്ട് നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ സാരി തട്ടുന്നു, അതല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറി പോകുന്നു പാവാടയുടെ ഭാഗം. അപ്പോൾ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള 2-3 ടിപ്സ് എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സാധാരണ സ്കർട്ട് ഇതാണ്, അടിപ്പാവാട എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് അതിന്റെ അളവുണ്ട്. ഇപ്പൊ ഞാനൊരു 42 സൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാവാട വാങ്ങിച്ചപ്പോൾ ഇതിന്റെ വള്ളി വളരെ നേർത്തതായിരുന്നു, വളരെ വണ്ണം കുറഞ്ഞ നൂല് പോലെ ഇരിക്കുന്നതായിരുന്നു. ഞാനത് സെപ്പറേറ്റ് ഒരു ചരട് അടിച്ചിട്ടതാണ്. അപ്പോൾ വീതിയുള്ള ചരടായിരിക്കണം നമ്മുടെ പാവാടയ്ക്ക് വേണ്ടത്. കാരണം അത് നമ്മുടെ പാവാട ഉടുക്കുന്ന കെട്ടുന്ന ഭാഗത്ത് നമ്മുടെ ശരീരത്തിന് വളരെ സേഫ് ആയിരിക്കും, വേദന കുറവായിരിക്കും. കുറേ നേരം നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് നല്ല ഒരു സേഫ് ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് വീതിയുള്ള വള്ളി വേണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് ചിലര് വണ്ണുള്ളത് കൊണ്ടും പിന്നെ എന്താ പറയാ, സാരി ഉടുക്കുമ്പോൾ കുറച്ച് വിസ്താരം കാല് തട്ടു എന്നുള്ളത് വിചാരിച്ചു കുറേ ഞെറിയുള്ള പാവാട, കുറേ വലിപ്പമുള്ള പാവാട എടുക്കും. അപ്പൊ അത് എടുത്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാല് അവർ ഞെറിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നടുക്കായിരിക്കും. ഇപ്പൊ കെട്ടുന്നത് നടുക്കാണെങ്കിൽ ഇതെല്ലാം കൊണ്ടൊന്ന് നടുക്ക് വെക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പാവാട എപ്പോഴും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കെട്ടുക. ഇപ്പോൾ എത്ര ഞെറിയുള്ള പാവാടയാണെങ്കിലും കുറച്ച് വീതിയുള്ള പാവാടയാണെങ്കിലും സൈഡിലേക്ക് കെട്ടാം. സൈഡിലേക്ക് കെട്ടുമ്പോൾ കുറച്ച് മുറുക്കം കിട്ടും, നമുക്ക് നല്ല സേഫ് കിട്ടും, വേദന കുറവായിരിക്കും. പിന്നെ ഇവിടെ വരുന്ന ഞെറികൾ ഉണ്ടെങ്കിൽ അതെല്ലാം സൈഡിലേക്ക് കൈ കൊണ്ട് തന്നെ നീക്കി വെക്കുക. പിന്നെ അറിയാലോ, പാവാടയുടെ വള്ളി നീങ്ങി പോകാതിരിക്കാൻ നമ്മൾ സെന്ററിൽ ഇതേപോലെ ഒരു ടൈപ്പ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ആ വള്ളിയും പാവാടയും തമ്മിൽ ഒന്ന് തുന്നി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ പാവാടയുടെ വള്ളി ഊർന്നു പോകില്ല. അപ്പോൾ ഈ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞെറി കൂടുതലുള്ള പാവാടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് വണ്ണം ഉണ്ടാവുന്നതായിരിക്കാം. കുറേ ഞെറികൾ താഴെ ഉണ്ടെങ്കിൽ കുറച്ച് വെട്ടിക്കളഞ്ഞിട്ട്, ഇപ്പോൾ ഈ ഒരു ജോയിന്റ് ഭാഗം ഉണ്ടല്ലോ, ഈ അടുപ്പിന്റെ അവിടെ നിന്ന് കുറച്ച് വെട്ടിക്കളഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചാൽ മതി. അത് ഞെറി കുറച്ച് കളയാണ്, അല്ലെങ്കിൽ ഈ പാവാടയുടെ വലിപ്പം കുറെ കൂടുമ്പോഴാണ് ഈ തട്ടൽ വരിക. അതല്ല, ഞാൻ പറഞ്ഞ പോലെ സൈഡിലേക്ക് ഞെറികൾ വെക്കുക, വീതിയുള്ള വള്ളി വെക്കുക, എന്നിട്ട് നല്ല സേഫായിട്ട് ഈ സൈഡിലേക്ക് കെട്ടി കൊടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പാവാട കൂടുതലും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തട്ടാറില്ല. പിന്നെ സാരി ഉടുക്കുമ്പോൾ കാലൊന്ന് അകത്തി വെച്ച് നമ്മൾ സാരി ഉടുക്കാൻ നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി വരുന്നത് ഇങ്ങനെ കൂടുതൽ കൂടി പോയാൽ കാല് നടക്കുമ്പോൾ തട്ടും. ഈ കല്യാണ പെണ്ണുങ്ങളുടെയൊക്കെ പ്രശ്നം അതാണ്, കാല് അവർ തട്ടിയിട്ട് നടക്കുന്നതാണ് നമുക്ക് വിഷമം തോന്നും. അപ്പൊ നമ്മൾ കാലൊന്ന് അകത്തി വെച്ച് തന്നെ സാരി ഉടുക്കാൻ നോക്കാം. ഇത്രയോട് ഇന്നത്തെ ടിപ്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.